ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിനു മുൻപ് അവസാനമായി യുദ്ധമുണ്ടായ സമയത്ത് നമ്മൾക്കറിയാം കാർഗിലിൽ അന്ന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നൊരു നുഴഞ്ഞുകയറ്റമുണ്ടായി. പിന്നീട് അതിന് കനത്ത തിരിച്ചടി ഇന്ത്യക്ക് നൽകാൻ കഴിഞ്ഞു. ഉറി ആക്രമണം ഉണ്ടായതിനു ശേഷം പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് എങ്ങനെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് എന്ന് നമുക്കറിയാവുന്നതാണ്. ഒപ്പം പുൽവാമയിൽ 2019 നടന്നതും നമുക്കറിയാവുന്ന കാര്യമാണ്. അത് ബാലാക്കോട്ടിൽ ഏത് തരത്തിലേക്ക് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്നത്. ഇത്തവണ എന്താകും ചെയ്യാൻ പോകുന്നത് എന്നതിലാണ് നമ്മളിപ്പോൾ ഈ ചർച്ചകൾ നടത്തുന്നത്. സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒന്ന് ആയിരിക്കും ചെയ്യുന്നത് എന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ മോഹനൻ പിള്ള പറഞ്ഞതുപോലെ ഒരു സസ്പെൻസ് അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറുവശത്ത് എന്നത്. അവർ പരിഭ്രാന്തരാണ് എന്നതിൽ തർക്കമില്ല. ഈ പാതിരാത്രിക്കൊക്കെ വാർത്താ സമ്മേളനം വിളിച്ച് ഞങ്ങളിതാ ആക്രമിക്കപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ ഒരർത്ഥത്തിൽ കരയുക തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ അതിൻ്റെ ഏറ്റവും കൂടിയൊരു ലെവലിലേക്ക് കൊണ്ട് ചെന്നെത്തിച്ചിട്ട് ഏറ്റവും തന്ത്രപരമായൊരു നീക്കം ഇന്ത്യ നടത്തും. അങ്ങനെ തന്നെയാണോ താങ്കളും കണക്ക് കൂട്ടുന്നത് ഡോക്ടർ മോഹൻ വർഗീസ്? അങ്ങനെ തന്നെയാണ് ഞാനും കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് there is a calm before the storm. കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ശാന്തതയുടെ ഘട്ടത്തിലൂടെയാണ് ഭാരതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബിൽഡപ്പാണ് നടക്കുന്നത് സിവിലിയൻ തലത്തിൽ, സൈന്യത്തിൻ്റെ ഉന്നത തലത്തിൽ, അതുപോലെ രാഷ്ട്രീയ നേതൃത്വത്തിനിടയിൽ പ്രതിപക്ഷങ്ങളെ കോൺഫിഡൻസിലെടുക്കുന്നു. നിരന്തരമായ കൂടിയാലോചനകൾ, ചർച്ചകൾ. ഇന്നൊരു പുതിയ കമ്മിറ്റിയുടെ രൂപീകരണം ഉൾപ്പെടെ വരികയാണ്. അപ്പം റിട്ടയർഡ് ചീഫിനെ ഒരു കമ്മിറ്റിയുടെ ചെയർമാനായി വന്നിരിക്കുന്നു. യുദ്ധസജ്ജമായി രാജ്യം നിൽക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ സൈനിക മേധാവികളുമായി ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ സംസാരത്തിൽ 3 കാര്യങ്ങൾ വ്യക്തമായി രാഷ്ട്രീയ നേതൃത്വം സൈനിക നേതൃത്വത്തോടെ പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത്. 1, രാജ്യം ഒരു തിരിച്ചടി നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. പാകിസ്ഥാന് ന്യായമായ, മാതൃകാപരമായ, ശക്തമായ തിരിച്ചടി നൽകണം എന്നാഗ്രഹിക്കുന്നു.